കാത്തതെന്തേ പൊന്നു മീനെ നീ ചൂണ്ടയിൽ മണ്ണിര കാണുന്നില്ലേ? കാണായിട്ടൊന്നല്ല, ഇവിടുത്തെ മീനെ കാന ബുദ്ധിയ, അത്ര പെട്ടെന്നൊന്നും കുരുങ്ങൂല. അങ്ങനെ എനിക്കറിയാ, എനിക്ക് അനുഭവമുള്ളതല്ലേ. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ട് ഒരു പള്ളത്തി കുഞ്ഞിനെ പോലും കിട്ടിയില്ല. പോടാ, നിനക്ക് നേരത്തെ പറഞ്ഞൂടേനോ? നീ എന്താ പറയുന്നേ? എന്നോട് ഞാൻ ആദ്യം പറഞ്ഞല്ല, അർക്കൽ പാലത്ത് പോയി പിടിച്ചാൽ മതി. ആടാകുമ്പോ അത്ര സ്കില്ല് വേണ്ട, കുറച്ച് ഭാഗ്യം മതി. ഓർമ്മണ്ടോ? ആ ഉണ്ട്. ഓർത്താനല്ലേ? അതല്ല, പിന്നെ എനിക്ക് സ്കില്ലുണ്ട് കാണിച്ചോ? അയ്യോ വേണ്ട, ഈ കാണിച്ചെടുത്തോളം മതി. നീയേ അത് കണ്ടോ, വന്നിട്ട് 10 മിനിറ്റ് ആയിക്കുള്ളൂ, അപ്പോഴത്തേക്ക് കവർ കുറച്ച് മീനാ. അതാണ് സ്കില്ല്. എടാ അത് പെരച്ചേ, വല്ലാത്തൊരു ഭയം തന്നെ. എന്ത് ഭാഗ്യല്ലോ എനിക്ക്. ഒന്ന് സമാധാനിക്കാൻ പോലും എൻ്റെ കൂടെ ബാക്കിയില്ലടാ. പ്രശ്നമില്ലടാ, സ്കില്ലില്ലാത്തവരെ സമൂഹം അംഗീകരിക്കൂല. നീ കൊറേ നേരായിട്ടോ. ഹലോ, റൈറ്റ് നൗ ഐ ആം ഫിഷിംഗ് മാം. ഞാൻ മീൻ പിടിക്കാണമ്മേ. ഓക്കേ, അപ്പൊ മീനെ പിടിക്കുന്നില്ലേ? വേണ്ടടാ, ഇന്നത്തേക്കുള്ള വീട്ടിൽ നമ്മ പറഞ്ഞു, നാളെ കാണൂല, പേടിച്ചോളാം ഞാൻ പറഞ്ഞു. നീ എന്താ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നേ? സത്യമായിട്ട് എനിക്ക് സ്കില്ലുണ്ടടാ. അതെനിക്കറിയടാ. അടാ ഞാൻ പോയിട്ടേ. Enemies ahead! നീ ഇറങ്ങിയോ? നാളെ ഞാനുണ്ട് എൻ്റെ കൂടെ സ്കൂളിലേക്ക്. അതിന് നാളെ അല്ല മീറ്റിംഗ്, മറ്റന്നാളാ. അതിന് ഇനി വരേണ്ടി വരൂല, നാളെ നിർബന്ധമായിട്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാറ്. അതെന്തിനാ പറയാം, അത് പറയാനല്ലേ മാഡത്തിന് ഇവിടം വരെ വരുത്തിച്ചത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇവര് ക്ലാസ് മാഷ് ഒന്ന് വേണ്ടേ. ഓക്കെ മാഡം, എനിക്ക് പോയിട്ട് വലിയ നിർത്തിയൊന്നുമില്ല. വളരെ നല്ല കാര്യം. ആ സാറ് വന്നല്ലോ. മോനെ പറ്റി ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും ഒരു പരാതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാമിനെ വരുത്തിച്ചത്. ആ മാം പറഞ്ഞോളൂ. അതായത് രാവിലെ സ്കൂളിലെത്തി, പ്രയറൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് നേരെ ബെഞ്ചിൽ പോയിരുന്ന് ബാഗൊക്കെ ഒന്ന് എടുത്ത് വെച്ചാല് അപ്പം അങ്ങോട്ട് തുടങ്ങായി. ഫുള്ള് ഉറക്കാ. ഒന്ന് ചോദിച്ചോട്ടെ മാം, ഇപ്പം വീട്ടിൽ നിന്ന് ഉറങ്ങാറില്ലേ? വീട്ടിൽ നിന്ന് ഉറക്കക്കുറവൊന്നുമില്ല മാം. ഇതിപ്പോ എന്താ പ്രത്യേകിച്ച് ക്ഷീണം? സാധാരണ ഇവിടെ ഒരു കുട്ടിക്ക് ക്ഷീണം വരാൻ പല കാരണങ്ങളുണ്ടാവും, പക്ഷെ ഇവിടെ അതല്ല കേസ്. ഇവ വരുന്ന ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല പരാതി ഇട്ടിരുന്നു, അതിനും തക്കതായ കാരണമുണ്ട്. മനസ്സിലായില്ല മാം. മനസ്സിലാക്കി തരാം, സിമ്പിളാ. ഒന്ന് അവന്റെ ബാഗ് എടുത്ത് നോക്കിയാൽ മതി. സാറൊന്ന് മാഡം, ഇതൊക്കെ കഴിച്ചാൽ പിന്നെ വിശക്കോ? ആവശ്യത്തിനധികം പോക്കറ്റ് മണി കൊടുത്ത് നിങ്ങളൊക്കെ തന്നെ ഇവനെ വഷളാക്കുന്നത്. അതും പോരാണ്ട് പിന്നെ അളവില്ലാത്ത ഫോൺ യൂസേജും. പിന്നെ എങ്ങനെ ഇവന് ഉറക്കക്കുറവില്ലാണ്ടിരിക്കുക? അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ ഇവന് നല്ലത്, നിങ്ങൾക്കും നല്ലത്. ഓക്കെ മാം, ഇത് മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. കള്ളനാരാ?
നിന്റെ പാരന്റ്സിനെ കൂട്ടി വന്നാൽ മതി. അല്ലെങ്കിൽ ഇനി ക്ലാസ് കയറ്റുന്ന പ്രശ്നമല്ല, എന്റേതല്ല, എല്ലാ ടീച്ചേഴ്സിന്റെ. മനസ്സിലായോ? Get out. എന്താടാ പുറത്ത്? നീ ഇന്ന് പാരന്റ്സിനെ കൂട്ടി വന്നില്ലല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പാരന്റ്സിനെ കൂട്ടി വരാൻ? ഇന്ന് നീ ചെയ്തില്ല. Get out. സത്യം, എന്റെ ക്ലാസ്സിൽ നിന്ന് പിള്ളേര് ഭയങ്കര ഉറക്കം. നീ എപ്പോഴും പുറത്താണല്ലോ, ക്ലാസ്സിലൊന്നും കയറണ്ടേ? എന്താ പ്രശ്നമുണ്ടോ? നീ എന്താ എന്റെ സാറിന് അടുത്ത് കയറി? പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവരെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നുമില്ല, ഒന്നാമത് നമ്മളെ വാർഷിക പരീക്ഷയാണ്. അതുകൊണ്ട് പാഠങ്ങളൊക്കെ ഒന്ന് സ്പീഡായിട്ട് എടുക്കാൻ നോക്കാം. ഏകദേശം പാഠങ്ങളൊക്കെ തീരാനായി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനുവൽ ഡേ ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ഇൻചാർജ് സുഹേൽ മാഷാണ്. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ടീച്ചറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നമ്മുടെ സൂര്യ സാറിന്റെ ക്ലാസ്സിൽ പലപ്പോഴും പല കുട്ടികൾ ഉറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടീച്ചറെ അങ്ങനെ ക്ലാസ് എടുക്കാൻ. ഇത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. മാഷ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രിയപ്പെട്ട അധ്യാപകരെ, ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ചു കാലമായിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. കുട്ടികളുടെ ജീവിതം മാത്രമേ നമ്മുടെ പല അധ്യാപനം കാണുന്നുള്ളൂ. അക്കാദമിക് പ്രഷറിൽ പോർഷൻസ് തീർക്കാൻ നമ്മൾ ഓടുമ്പോൾ അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ഓടിയെത്താൻ ആയെന്ന് വരില്ല. നമുക്ക് അവരെ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും നമുക്ക് സമയം ഉണ്ടാവണം. ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ടീച്ചറെ, അവർക്കൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അധ്യാപകരാന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം?